പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിദയനീയമാണ്. ഡോക്ടർ ബി ജയരാജ്, താങ്കൾ പറഞ്ഞതുപോലെ അല്ല കാര്യങ്ങൾ. കൊച്ചിയിലേക്കാൾ ഗുരുതരമാണ് തിരുവനന്തപുരത്ത്. മഴ കൊച്ചിയുടെ അത്രം തിരുവനന്തപുരത്ത് ഇല്ല എന്ന് തോന്നുന്നു. പക്ഷേ കൊച്ചിയിലേക്കാൾ ഗുരുതരമാണ് തിരുവനന്തപുരത്തെ പ്രശ്നം. ഈ റോഡുകൾ പൊട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നത് സ്മാർട്ട് സിറ്റി ആക്കാനാണെന്നുള്ളത് ശരി തന്നെ. പക്ഷേ അത് ഇങ്ങനെ പോയാൽ അത് ഗുരുതരമായ സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്ന ഒന്നാണ്. മന്ത്രിക്ക് വന്ന് വെറുതെ പറഞ്ഞിട്ടങ്ങ് പോയാൽ മതി. അനുഭവിക്കുന്നത് ജനങ്ങളാണ്. ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മഴയൊന്നും ഉണ്ടാക്കിയിട്ട് ഇതുവരെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും തുറക്കേണ്ടി വന്നിട്ടില്ല. അത് നേരത്തെ തന്നെ ഈ ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്തതുകൊണ്ടാണ്. ഇത് മൊത്തം റോഡിലാണല്ലോ, പിന്നെ എന്തിനാ പ്രത്യേകിച്ച് ക്യാമ്പ് തുറക്കുന്നത്? ഞാൻ താങ്കൾ സംസാരിച്ചപ്പോൾ ഇടയ്ക്ക് സംസാരിച്ചില്ല. താങ്കളുടെ അവസരം ഞാൻ ഉപയോഗിക്കുകയും ചെയ്തില്ല. അത്ര മര്യാദയെങ്കിലും കാണിക്കണം വിഷ്ണു. ഇതൊരു ചർച്ചയാണ്, വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് പെട്ടെന്നൊരു വെള്ളം ഫ്ലോ ഉണ്ടാകുമ്പോഴത്തേക്കും റൺഅവേ വാട്ടറിന് ഈ ഒരു റിയാക്ഷൻ ടൈം ഉണ്ട്. ആ റിയാക്ഷൻ ടൈമിനേക്കാളും കൂടുതൽ വേഗതയിൽ വെള്ളം വരുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ ഇനി ഓടകളെല്ലാം ക്ലീൻ ചെയ്തിട്ടിരുന്നാലും, എല്ലാ ഓടകളും ഈ വാട്ടർ ക്ലോക്ഡ് ആയിട്ടുള്ള ഓടകളെല്ലാം ക്ലീൻ ചെയ്തിട്ടിരുന്നാലും അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകും. അത്തരത്തിലുള്ള മഴക്കെടുതിയാണ് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഡോക്ടർ രാജഗോപാൽ കമ്മത്ത് പറഞ്ഞത് കണക്കോലെ എല്ലിനയുടെ ഭാഗമായിട്ട് ലാനിന പ്രതിഭാസം ഉണ്ടായി തുടങ്ങാൻ പോകുന്ന ഒരു അവസരമാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും മഴ പെയ്തിട്ടില്ല എന്ന് കരുതുന്ന പല രാജ്യങ്ങളും നമ്മൾ മഴയത്ത് ഒലിച്ചു പോകുന്നതും വലിയ വലിയ മാളുകളിൽ വെള്ളം കയറുന്നതൊക്കെ നമ്മൾ ടി വി സെറ്റിന് മുന്നിൽ ഇരുന്ന് കണ്ടതാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തിന്റെ ഒരു പ്രത്യേകത, തിരുവനന്തപുരത്തിന്റെ സ്ഥലപ്പേരുകൾ തന്നെ ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാവും. കുന്നുകുഴി, പൊട്ടക്കുഴി, ചാലക്കുഴി, കുന്നും കുഴികൾ ഉള്ള ഒരു സ്ഥലമാണ്. പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജ് ഒഴിച്ചുള്ള പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളെല്ലാം സ്ഥാപിച്ചിരിക്കുന്നത് ലോ ലൈങ് ഏരിയസ് ആണ്. കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലാകട്ടെ, കിംസ് ഹോസ്പിറ്റലാകട്ടെ, തൃശ്ശൂർ ഇപ്പൊ ഈ ഹോസ്പിറ്റലിൽ സംഭവിച്ചിരുന്ന പോലെ തിരുവനന്തപുരത്ത് സംഭവിക്കുന്ന വളരെ മുമ്പ് തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റുകാര് അതിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അല്ല ജയരാജ്, ആയിക്കോട്ടെ, ശരിയാണ്. അല്ലല്ല, മഴയിൽ മുങ്ങുന്ന ഒരു നഗരം തന്നെയാണ്. അതിന് ഓപ്പറേഷൻ അനന്തയൊക്കെ മുൻപ് നടപ്പാക്കിയിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഈ റോഡുകളുടെ കാര്യത്തിൽ നിങ്ങൾക്കൊക്കെ വീഴ്ച പറ്റി. അല്ല, റോഡുകളുടെ കാര്യത്തിൽ വീഴ്ച പറ്റി, അതിനൊരു സംശയവുമില്ല. ഈ മഴക്കാലത്തിന് മുൻപ് തീർക്കാൻ പറ്റിയില്ല എന്നുള്ളത് ഗുരുതരമായ അനാസ്ഥയാണ്. അതിന് കൃത്യമായി ജനങ്ങളോട് മറുപടി പറഞ്ഞു തീരും. അല്ലാതെ വി ശിവൻകുട്ടി വന്നിരുന്നത് 15-ാം തീയതി ഞങ്ങൾ റോഡുകൾ തുറക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ഞാൻ പോയിട്ട് ഇപ്പൊ അങ്ങോട്ട് വന്നതേ ഉള്ളൂ. എനിക്ക് കള്ളത്തരം പറയണമെന്ന കാര്യമില്ല. ട്രിവാൻഡ്രം ക്ലബ്ബ് വരെയുള്ള റോഡ് ഇനി കുറച്ച് ഭാഗം, അതായത് ടാഗോർ തിയേറ്റർ വരെയുള്ള ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ ക്ലിയർ ചെയ്യാൻ. മറ്റേ സൈഡിലെ റോഡ് പൂർണ്ണമായിട്ടും ക്ലിയർ ആയി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള കരമനെ അങ്ങോട്ട് പോകുന്ന പാലത്തിനടുത്തോട്ട് പോകുന്ന ഭാഗമാണ്. ആ ഭാഗം പിന്നീട് തൈക്കാട് ആ ഭാഗം ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡ് റെഡിയായി കഴിഞ്ഞു ഓൾറെഡി. അങ്ങനെ കലഭവൻ മണ്ണ് റോഡ് പൂർണ്ണമായിട്ട് റെഡിയായി. അതിനുശേഷം അങ്ങോട്ട് പോകുന്ന റോഡുകളെല്ലാം റെഡിയായി. വഞ്ചിയൂർ ഭാഗത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ലോ ലൈങ് ഏരിയ ആണ്. ഇങ്ങനെയുള്ള ഒഴിച്ചു കഴിഞ്ഞാൽ അതിവേഗതയിലാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനേക്കാൾ അപ്പുറത്ത് ഇനി നമ്മൾ ഈ പറഞ്ഞ കണക്കോലെ മിലിറ്ററിയൊക്കെ ഉപയോഗിച്ച് വർക്ക് ചെയ്യിച്ചാൽ മാത്രമേ അങ്ങനെ ഒരു വർക്ക് നടക്കത്തുള്ളൂ. ആ രീതിയിലുള്ള വർക്കാണ് അവിടെ നടക്കുന്നത്. എത്രമാത്രം കേബിളുകളാണ് ഭൂമിയുടെ അടിയിലൂടെ പോകുന്നതെന്ന് അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് വർക്ക് വീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തെല്ലാം കേബിളിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണല്ലോ അതിന് പറ്റിയ കമ്പനിയെ തന്നെ ഇത് ഏൽപ്പിച്ചതും. അപ്പോൾ ചെയ്യേണ്ടത് അവരുടെ ബാധ്യതയാണ്, നിരീക്ഷിക്കേണ്ടത് അത് നടപ്പിലാക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ്. ഇതൊന്നും നടക്കാതെ എന്തു വലിയ വർക്കാണ് നടക്കുന്നത് അത് കണ്ടില്ലേ, അതുകൊണ്ട് കുറച്ചൊക്കെ സഹിച്ചാൽ മതിയല്ലോ എന്ന് പറയുമ്പോൾ എത്ര നാളുകളായി, എത്ര മാസങ്ങളായി ഇത് സഹിക്കാൻ തുടങ്ങിയിട്ട്? 8 വർഷത്തോളമായി പദ്ധതി നേരിട്ട് വന്നിട്ടാണ് അതിന്റെ ഓരോ ഡെവലപ്മെന്റും അന്വേഷിക്കുന്നത്. പിന്നെ രണ്ടാമത് ഈ സാധനങ്ങൾ, ഈ ഓട ക്ലീൻ ചെയ്യുന്നത്, ഓട ക്ലീൻ ചെയ്തിട്ട് ഇത് വാരി കരയിൽ തന്നെയാണ് വെക്കുന്നത്. അതിനകത്ത് കിടക്കുന്നത് ചാക്കിൽ പ്ലാസ്റ്റിക് ബാഗിൽ കെട്ടിയിട്ടുള്ള വീടിലുള്ള മാലിന്യങ്ങളും കടയിലുള്ള മാലിന്യങ്ങളും ഒക്കെ തന്നെയാണ്. ഇതിനെതിരെ ഒരു സോഷ്യൽ സർവീസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാണ് ജനങ്ങളുടെ മേലിൽ പിഴ ചുമത്തുമല്ല വേണ്ടത്. ഇങ്ങനെ എന്തെങ്കിലും സാമൂഹ്യ സേവനം ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ പിടിച്ചു കഴിഞ്ഞാൽ നിർബന്ധിത സാമൂഹ്യ സേവനത്തിന് വിധേയനാക്കുന്ന ഒരു നിയമം കൊണ്ടുവരണം. ആ നിയമം കൊണ്ടുവന്നിട്ട് കുട്ടികളിൽ തന്നെ സിവിക് സെൻസ് വളർത്തിക്കൊണ്ടുവരണം. എന്നാൽ മാത്രമേ നിതാന്തമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവൂ. ഇനി പറഞ്ഞ കണക്കല്ലേ ഡെല്യൂജ് പോലുള്ള കണ്ടീഷൻസിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ലോകരാഷ്ട്രങ്ങൾ തന്നെ മരവിച്ച് നിൽക്കുകയാണ്. കാര്യം അതുപോലെ തന്നെ ഈ പ്രകൃതിയിൽ ഇപ്പൊ നമുക്ക് വയൽ കാണണമെങ്കിൽ തിരുവനന്തപുരത്ത് ഒന്നീ കറ്റച്ചക്കോണത്ത് പോകണം, അല്ലെ കാലടി പോകണം, അല്ലെ പിന്നെ പുഞ്ചക്കരി പോകണം. ഇതല്ലാതെ വയലുകൾ കംപ്ലീറ്റ് നികത്തി കഴിഞ്ഞു. മുക്കുത്തിമുല മിക്കവാറും എല്ലാം ഇടിച്ച് നിരത്തി കഴിഞ്ഞാൽ അവിടെ പാറ പൊട്ടിക്കുന്നുണ്ട്. അതുപോലെ എത്ര പാറക്കോറികളാണ് പുതിയതായിട്ട് സാങ്ഷൻ കൊടുക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് പറയും.